ബോസ് മലയാളം സീസൺ 8 അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ 8 നിങ്ങൾ ഒരുപാട് പേര് കാത്തിരുന്ന കോമണേഴ്സ് പ്രമോ ഇതാ വന്നിരിക്കുകയാണ്. അതായത് കോമണേഴ്സിനെ സെലക്ട് ചെയ്യുന്ന അഗ്നിപരീക്ഷയിൽ പങ്കെടുക്കാനുള്ള പ്രമോയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഈ ഒരു കോമണേഴ്സ് പ്രമോയിൽ കൃത്യമായിട്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടതെന്ന് കൃത്യമായിട്ട് ലാലേട്ടൻ പറയുന്നുണ്ട്. അതായത് asianet.jiohotstar.com/big boss season 8 എന്നീ സൈറ്റിലേക്ക് നിങ്ങളുടെ 50 MB താഴെയുള്ള 3 മിനിറ്റോളം ലെങ്ത് വരുന്ന വീഡിയോ ആണ് ഈ ഒരു സൈറ്റിലേക്ക് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത്. അത് കൃത്യമായിട്ട് എങ്ങനെ ചെയ്യണമെന്നും ആ ഒരു കോമണേഴ്സ് പ്രമോന്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. പ്രമോ വീഡിയോന്റെ ലിങ്ക് ഞാൻ താഴെ കമന്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം. ഈ ഒരു കോമണേഴ്സ് പ്രമോന്റെ ഫസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് അനീഷ്, നന്ദന, റസ്മിൻ ബായ്, ഗോപിക എന്നീ കഴിഞ്ഞ സീസണുകളിലെ എല്ലാ കോമണേഴ്സും തങ്ങളുടെ എക്സ്പീരിയൻസ് പങ്കുവെക്കുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന അനീഷും, നന്ദനയും, ഗോപികയും, റസ്മിൻ ബായി ഒക്കെ തന്നെ ആയിരിക്കും ഈ പറയുന്ന ബിഗ് ബോസ് മലയാളം സീസൺ 8 അഗ്നിപരീക്ഷയിലെ ജഡ്ജസ് എന്ന് പറയുന്നത്. അതായത് 3 ജഡ്ജസും ഒരു ഹോസ്റ്റുമാണ് ഉണ്ടാവുക. അപ്പൊ ഇവര് 4 പേരും തന്നെ ആയിരിക്കും ഏകദേശം ഈ ഒരു പ്രോഗ്രാം ഹോസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ചിലപ്പോ അഗ്നിപരീക്ഷയുടെ മെയിൻ ജഡ്ജായിട്ട് ചിലപ്പോൾ ഒരു സെലിബ്രിറ്റി വരാനും സാധ്യതയുണ്ട്. നമുക്ക് നോക്കാം എന്തൊക്കെയാണെങ്കിലും. ഇപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കൊരു അപ്ഡേറ്റ് കിട്ടുന്നത് വെച്ചിട്ട് ഇപ്പോൾ ഈ ഒരു കോമണേഴ്സ് പ്രമോയിൽ പങ്കെടുത്ത ഈ ഒരു 4 ബിഗ് ബോസിലെ എക്സ് കണ്ടസ്റ്റൻസ് ആയിരിക്കും കോമണേഴ്സിന്റെ അഗ്നിപരീക്ഷ പ്രോഗ്രാമിനെ ഹോസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ എന്തൊക്കെയാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏകദേശം 200ഓളം പേരെയാണ് ബിഗ് ബോസ് ഓഡീഷന് വേണ്ടി വിളിക്കുന്നത്. അതിൽ നിന്ന് 100 പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. ഈ 100 പേരിൽ നിന്ന് 45 പേർക്കായിരിക്കും അഗ്നിപരീക്ഷയിൽ പങ്കെടുക്കാനായിട്ട് പറ്റുന്നത്. ഈ ഒരു 45ൽ നിന്ന് 3 പേരെ ജഡ്ജസും കൂടി സെലക്ട് ചെയ്യും, 3 പേരെ വോട്ടിങ്ങിന്റെ അടിസ്ഥാനത്തിലും സെലക്ട് ചെയ്യും. അങ്ങനെ ടോട്ടൽ 6 പേർക്കായിരിക്കും ഈ ഒരു ബിഗ് ബോസ് മലയാളം സീസൺ 8 കോമണേഴ്സ് ആയിട്ട് പങ്കെടുക്കാനുള്ള അവസരം കിട്ടുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അധികം സമയമില്ല. ജൂൺ 15-ാം തീയതിയാണ് ആപ്ലിക്കേഷൻ അയക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഒരു വീഡിയോ നല്ല ക്വാളിറ്റിയിൽ റെക്കോർഡ് ചെയ്യുക. ക്വാളിറ്റി എന്ന് പറയുമ്പോൾ ക്യാമറ ക്വാളിറ്റി മാത്രമല്ല, നിങ്ങളുടെ വോയിസ്, അതുപോലെ നിങ്ങളുടെ പ്രസന്റേഷൻ, എന്തുകൊണ്ട് നിങ്ങൾ ബിഗ് ബോസ് മലയാളം സീസൺ 8 പോകാനായിട്ട് ആഗ്രഹിക്കുന്നു, അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളെ ഈ പറയുന്ന ബിഗ് ബോസ് വിളിക്കണം. അതായത് ബിഗ് ബോസിലെ ക്രൂ മെമ്പേഴ്സ് നിങ്ങളുടെ വീഡിയോസ് ചെക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളെ അവർ വിളിക്കണം. ആ ഒരു രീതിയിൽ നിങ്ങളുടെ വീഡിയോസ് പ്രിപ്പയർ ചെയ്ത് 50 MB താഴെ ആ ഒരു വീഡിയോ കട്ട് ചെയ്ത് 3 മിനിറ്റിൽ താഴെ വരുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ഈ ഒരു സൈറ്റിലേക്ക് നിങ്ങൾ ആ ഒരു വീഡിയോ ഇടുക. എല്ലാവരെയും വിളിക്കട്ടെ. എല്ലാവർക്കും ഈ പറയുന്ന പോലെ ഓഡീഷൻ കോൾ കിട്ടാനായിട്ടുള്ള ഒരു അവസരം കിട്ടട്ടെ. ഈ പറയുന്നത് പോലെ ഒന്നിലധികം കോമണേഴ്സ് പങ്കെടുക്കുന്ന ഒരു സീസൺ ആണിത്. ഏകദേശം 6 കോമണേഴ്സ് ആയിരിക്കും ഈ ഒരു സീസണിൽ പങ്കെടുക്കാനായിട്ട് പോകുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഒത്തിരി പേർക്ക് അവസരങ്ങളുണ്ട്. അപ്പൊ ഈ പറയുന്ന പോലെ ബിഗ് ബോസ് ഒഴിച്ച് മറ്റ് ഈ പറയുന്ന അഗ്നിപരീക്ഷയിൽ 45 കോമണേഴ്സിനെ വിളിക്കും. അപ്പൊ ആ രീതിയിൽ നിങ്ങൾക്ക് ഏഷ്യാനെറ്റിലെ ഒരു പ്രോഗ്രാമിൽ വന്ന് സെലിബ്രിറ്റീസ് ആവാനായിട്ടുള്ള സാധ്യതയും ഉണ്ട്. അപ്പൊ അങ്ങനെയും നിങ്ങൾ നോക്കുക. ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള 6 കോമണേഴ്സ് ഈ പ്രാവശ്യം ബിഗ് ബോസ് മലയാളം സീസൺ 8 വരട്ടെ. അപ്പൊ എല്ലാവരും അപ്ലിക്കേഷൻ അയക്കുക. താല്പര്യമുള്ള എല്ലാവരും ഒട്ടും വൈകിക്കാതെ തന്നെ വീഡിയോ റെക്കോർഡ് ചെയ്ത് ജൂൺ 15-ാം തീയതിക്ക് മുമ്പായിട്ട് തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ അയക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ 8 ബന്ധപ്പെട്ടുകൊണ്ട് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്തോളൂ, അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് DM ചെയ്തോളൂ. ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് DM ചെയ്താൽ മതി. അപ്പൊ എന്തൊക്കെയാണെങ്കിലും എല്ലാവർക്കും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ബിഗ് ബോസ് മലയാളം സീസൺ 8 മറ്റൊരു അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. താങ്ക്